അയ്യപ്പ സംഗമത്തിൽ വീഴ്ച സംബന്ധിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ഓഡിറ്ററുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞില്ല. 26-ന് പുതിയ റിപ്പോർട്ട് സമർപ്പിക്കും. സ്പോൺസർഷിപ്പ് കാര്യമായി ലഭിച്ചിട്ടില്ലെന്നും കെ ജയകുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന യോഗത്തിന് ശേഷമായിരുന്നു ജയകുമാറിന്റെ കുറ്റസമ്മതം ഉണ്ടായത്. ഞങ്ങളുടെ ബോർഡിൻ്റെ സ്റ്റോക്ക് രജിസ്റ്ററിലേക്ക് പല അസറ്റ് രജിസ്റ്ററിൽ എഴുതി അത് വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളൊന്നും നടന്നിട്ടില്ല അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ പല പരാമർശങ്ങളും ഇനി ഞങ്ങൾ വിശദമായിട്ടുള്ള മറുപടി കൊടുക്കുമ്പോൾ പലതും മാറിപ്പോകും. അതാണ് ഈ റിപ്പോർട്ടുകളുടെ പരാമർശങ്ങൾക്ക് കാരണം. ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമയോചിതമായിട്ട് കാര്യങ്ങൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടുണ്ടായ വീഴ്ചയാണ്. ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് പ്രതീക്ഷിച്ച പലയിടത്തുനിന്നും സ്പോൺസർഷിപ്പ് കിട്ടിയില്ല. ഇനി കിട്ടാനുള്ളത് അദാനി തരാമെന്ന് പറഞ്ഞ 1 കോടി രൂപയാണ്. അത് കിട്ടും. അതിൻ്റെ GST അടച്ചു കഴിഞ്ഞാൽ അത് ഉൾപ്പെടെ തിരിച്ചു കിട്ടും. അത് നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അയ്യപ്പ സംഗമത്തിൽ വലിയ പിഴവാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ബോർഡ് യോഗം ചേർന്നിരുന്നു. അതിൽ ഓഡിറ്ററുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ ദേവസ്വം ജീവനക്കാർക്ക് കഴിഞ്ഞില്ല. വലിയ പിഴവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. 26-ന് പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനിടെ വന്ന വാർത്ത, ഊരാളുങ്കൽ വലിയ ബില്ലാണ്, ഭീമൻ കണക്കാണ് മുന്നോട്ട് വെച്ചത്. 7 കോടിയിലധികം രൂപ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് അനുസരിച്ച് 4.5 കോടി രൂപ മാത്രമാണ് പമ്പ അയ്യപ്പ സംഗമത്തിന് ചെലവായ തുക. ഇത്രയും ഭീമമായ തുക പെരുപ്പിച്ച് കാണിച്ച് പണം തട്ടാൻ ശ്രമിച്ച ആളുകൾക്കെതിരെ അത്തരത്തിൽ ബില്ല് നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് കൂടി ദേവസ്വം ബോർഡ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേരുന്നത്. പ്രശാന്ത്, ഇന്നത്തെ വളരെ നിർണായകമായ ദേവസ്വം ബോർഡ് യോഗമാണ് അവസാനിച്ചിരിക്കുന്നത്. എന്താണ് വരുന്ന വിവരങ്ങൾ? ദേവസ്വം ബോർഡ് യോഗത്തിൽ മുൻ ദേവസ്വം ബോർഡിലെ ഭരണസമിതിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള ക്രമക്കേട് ആരോപണം ഉന്നയിച്ചിരുന്നു. കാരണം ക്രമക്കേട് ആരോപണം എന്ന് പറയുന്നത്, അതായത് ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കണക്കുകൾ അവതരിപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റിയെന്നാണ് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറയുന്നത്. അതായത് ഓഡിറ്റ് റിപ്പോർട്ടിൽ പാകപ്പിഴകൾ വരാനുള്ള കാരണം, ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ക്രമക്കേടുകൾ വരാനുള്ള കാരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള അലംഭാവമാണ്. കാരണം കൃത്യസമയത്ത് ബില്ലുകളും മറ്റു വിവരങ്ങളും ഓഡിറ്ററെ അറിയിക്കുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ച മുൻ ഭരണസമിതി കാലത്ത് ആ സമയത്ത് ഉദ്യോഗസ്ഥർക്കുണ്ടായി. ആ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് ഇത്തരത്തിൽ ഹൈക്കോടതി നടക്കം ഇത്തരത്തിൽ വിമർശനങ്ങൾ നേരിടാനുള്ള സാഹചര്യം ഉണ്ടായതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. കാരണം ഓഡിറ്റർക്ക് ഇതിൽ പ്രശ്നമില്ല, ഓഡിറ്ററുടെ കുഴപ്പമല്ല. ഓഡിറ്റർ കൃത്യസമയത്ത് ഇടപെടൽ നടത്തിയിരുന്നു, വിവരങ്ങൾ ചോദിച്ചിരുന്നു. ആ വിവരത്തിനൊന്നും കൃത്യമായ രീതിയിൽ ഒരു ഉത്തരം നൽകുവാൻ ഇവിടെ നിന്നും കഴിഞ്ഞില്ല, ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. ഇതാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ പിഴവുകൾ വരാനുള്ള കാരണമുണ്ടായത്. എന്തായാലും ഈ വിഷയത്തിൽ വീണ്ടും ഓഡിറ്റിൽ ഉണ്ടായ ക്രമക്കേടുകളെല്ലാം പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. കടന്നതിന് ശേഷം മാത്രമല്ല, ഇതോടൊപ്പം തന്നെ എവിടെയൊക്കെ ക്രമക്കേടുകൾ സംഭവിച്ചെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ ഒരു റിവ്യൂ നടത്തും എന്നാണ് ഇപ്പോൾ ജയകുമാർ പറയുന്നത്. അതിൻ്റെ ഒരു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ എവിടേക്കാണ് പാകപ്പിഴവുകൾ പറ്റിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിലൊരു തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കരാർ കമ്പനിയായ ഊരാളുങ്കൽ ആവശ്യപ്പെട്ട തുക അത്രയും നൽകാൻ സാധിക്കില്ല. 4,99,00,000 രൂപ മാത്രമേ നൽകാൻ കഴിയുള്ളൂ. ആദ്യം ഊരാളുങ്കൽ ആവശ്യപ്പെട്ടത് 7,11 ആയിരുന്നു. പിന്നീട് അതിൽ കുറവ് വരുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും അത്രയും തുകയും നൽകാൻ സാധിക്കില്ല എന്നൊരു നിലപാട് യോഗത്തിലെടുക്കുകയും ചെയ്തു. ഇത് ഊരാളുങ്കലിൻ്റെ പ്രതിനിധി അറിയിച്ചു. എന്നാൽ ഊരാളുങ്കലിൻ്റെ പ്രതിനിധികൾ ഇത് അംഗീകരിച്ചില്ല എന്നാണ് പറയുന്നത്. അവർക്ക് മുഴുവൻ തുകയും വേണമെന്ന ആവശ്യമായി നിലനിൽക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് പറയുന്നത്, ദേവസ്വം ബോർഡിന് ഈ തുകയിൽ, അതായത് 4,99,00,000 കൂടുതൽ നൽകാൻ സാധിക്കില്ല എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഇത് അവിടെ അറിയിക്കുകയും ചെയ്യുമെന്നും. ഈ ഘട്ടത്തിൽ ഉയരുന്ന ഒരു ചോദ്യം, ഇത്ര വലിയ തോതിൽ ഊരാളുങ്കലിന് ഇങ്ങനെ ഒരു ഊതിപ്പെരിപ്പിച്ച കണക്ക് എങ്ങനെ നൽകാൻ കഴിയും? ഇതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റിംഗ് നടത്തിയ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് പലതവണ ആവശ്യപ്പെട്ടു, ഈ കണക്കുകൾ ശരിയാകുന്നില്ല, പൊരുത്തപ്പെടുന്നില്ല, ഇതിൽ ഒരു വ്യക്തത വേണമെന്നാവശ്യപ്പെട്ട് പലതവണ ദേവസ്വം ബോർഡ് ജീവനക്കാരെ ഈ ഓഡിറ്റിംഗ് ഏജൻസി ബന്ധപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ കൃത്യമായ മറുപടി ലഭിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ഊരാളുങ്കലിന് പണം അവിഹിതമായി നൽകാൻ, അനധികൃതമായി പണം നൽകാൻ
ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടലുകൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടായോ എന്നതടക്കം പരിശോധിക്കപ്പെടേണ്ട സാഹചര്യമല്ലേ? കാരണം ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ പരിശോധിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ വൻതോതിൽ അഴിമതി നടത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലൊരു നീക്കം ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടും ഉണ്ടോ എന്നുള്ള സംശയം കൂടി ഉയരുകയല്ലേ? നീലിമ സൂചിപ്പിച്ചതുപോലെയുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ അതിൽ എന്ത് നടപടിയെടുക്കുമെന്നോ അതിലെന്ത് സ്വീകരിക്കുമെന്നോ ഉള്ള കാര്യത്തിൽ വ്യക്തത ഇതുവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഊരാളുകളിനെ തള്ളാനോ കൊള്ളാനോ കഴിയാത്തൊരു നിലപാടാണ് സ്വീകരിച്ചത്. കാരണം ഇത്തരത്തിൽ ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. എന്നാൽ അതിലൊരു വ്യക്തത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നിട്ടില്ല. കാരണം ആ കണക്കുകൾ എങ്ങനെ ഇത്രയും വലിയ കണക്കുകൾ വന്നു, അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പാകപ്പെട്ട് സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു ഉത്തരം നൽകുവാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല കണക്കുകളിൽ അങ്ങനെ അവ്യക്തത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അതിനും ഉത്തരമില്ല. എന്നാൽ ഇത്രയും കാശ് അതായത് MOU പറയുന്ന ഇത്രയും വലിയ തുക, ആ തുക കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഈ MOU സൈൻ ചെയ്തതും മുൻ ഭരണസമിതിയുടെ കാലത്താണ്. 8 കോടിയിലെടുത്ത് MOU സൈൻ ചെയ്യുന്ന ആദ്യം തുടക്കത്തിൽ, പിന്നീട് അത് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ തുക ആ MOU പറയുന്ന തുക എന്തായാലും നൽകാൻ നിലവിലെ സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് സാധിക്കില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ 4,99,00,000 രൂപ മാത്രമായിരിക്കും നൽകുക എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ഉയർന്നു കേൾക്കുന്നത് ഇത്തരത്തിൽ ഭീമാകാരമായ ഒരു തുക എഴുതി നൽകാൻ എങ്ങനെ ഈ ഊരാളുകളിൽ സാധിച്ചു, അതിലെന്തൊക്കെ സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ അതിലൊന്നും കൃത്യമായ ഒരു വ്യക്തതയില്ല. കാരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇത്തരമൊരു തുക എഴുതി നൽകുന്നതിൽ അതൊരു സാമ്പത്തിക അട്ടിമറിയുടെ ഭാഗമായിട്ടായിരുന്നോ അല്ലെങ്കിൽ ക്രമക്കേടിൻ്റെ ഭാഗമായിട്ടായിരുന്നോ ഇത്രയും തുക എഴുതി നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനൊരു അന്വേഷണം നടത്തുമോ, അല്ലെങ്കിൽ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള തുക എഴുതി നൽകുമ്പോൾ ഇത്രയും വലിയ തുക ഉയർന്നത് അതെങ്ങനെയാണ്, അതിലെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രമക്കേട് സംഭവിച്ചതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തുമോ എന്ന കാര്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി ഇപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തില്ല. എന്നാൽ ദേവസ്വം ബോർഡ് പറയുന്നത് ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ നടത്തും. തുടക്കത്തിൽ അതായത് പ്രാഥമികമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചു എന്ന് തുറന്ന് സംഭവിക്കുമ്പോഴും അതിൽ ആ തെറ്റുകൾ വരുത്തിയവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും, തെറ്റുകൾ വരുത്തിയവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നതുകൂടി ചിന്തിക്കേണ്ട ഘട്ടമാണ്. മുൻ ദേവസ്വം ബോർഡിന്റെ സമയത്താണ്, PS പ്രശാന്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് ഈ ഒരു പമ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കലുമായി ധാരണയിൽ ഏർപ്പെടുന്നത്. ടെൻഡറില്ലാതെ ഊരാളുങ്കലിന് കൊടുത്തതൊക്കെ വലിയ വിവാദമായിരുന്നു. മീഡിയ പബ്ലിസിറ്റിക്ക് മാത്രം 3 കോടി രൂപ ചെലവായി എന്ന് ഊരാളുങ്കൽ പറയുമ്പോൾ ഇതിൽ ഒരു വ്യക്തതയുമില്ല. വലിയ അന്വേഷണം ആവശ്യപ്പെടുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. K. ജയകുമാർ പോലും ആ ഒരു സാഹചര്യത്തെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.